നമസ്കാരം. നായർ സർവീസ് സൊസൈറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ചങ്ങനാശ്ശേരി പെരുന്നയിലാണ്. അവിടെയാണ് സമുദായ ആചാര്യൻ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ്റെ സ്മൃതി മണ്ഡപവും സ്ഥിതി ചെയ്യുന്നത്. ഈ സ്മൃതി മണ്ഡപത്തിലേക്ക് കടന്നു ചെല്ലാനും അവിടെ ദർശനം നടത്താനും പ്രാർത്ഥിക്കാനുമൊക്കെ ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ ജി സുകുമാരൻ നായർ ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയ ശേഷം അദ്ദേഹത്തിന് ഇഷ്ടക്കാർക്ക് മാത്രം ആയിരുന്നു പ്രവേശനം അനുവദിച്ചത്. അതായത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകൾക്ക് ഏത് സമയത്തും ഈ മന്നം സ്മൃതി മണ്ഡപത്തിലേക്ക് കടക്കുവാനും അവിടെ പ്രാർത്ഥിക്കുവാനും ഒക്കെ സമയവും സൗകര്യവും ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അനിഷ്ടം എന്ന് തോന്നുന്ന ആളുകൾക്ക്, അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് അവിടെ പ്രവേശനത്തിന് അനുമതി നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ജി സുകുമാരൻ നായർ കൈക്കൊണ്ടത്. അത് അദ്ദേഹം രാഷ്ട്രീയം നോക്കും, മറ്റ് ചില സംഭവങ്ങൾ, അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകൾക്ക് അവിടെ പ്രവേശനം നിഷേധിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ നിലവിലുള്ളത്. എടുത്തു പറയേണ്ടത് ഇന്ത്യൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, അതായത് രണ്ടാം പൗരനാണത്തെ എന്ന് ഓർക്കണം. അദ്ദേഹം പെരുന്നയിലേക്ക് വരുവാനും അത് ഈ മന്നത്തിൻ്റെ സ്മൃതി മണ്ഡപം ദർശിക്കുവാനും ഒക്കെയുള്ള ഒരു അനുമതി ചോദിച്ചുകൊണ്ട് ഈ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് മാസങ്ങൾക്ക് മുമ്പ് ഒരു കത്തയച്ചിരുന്നു. അന്ന് CP രാധാകൃഷ്ണന് അവിടേക്ക് പ്രവേശനം അനുമതി നിഷേധിക്കുകയാണ് ഈ ജനറൽ സെക്രട്ടറി ചെയ്തത്. അതിന് കാരണം അദ്ദേഹം BJP-കാരനാണ് എന്നതുകൊണ്ട് തന്നെയാണ്. രാഷ്ട്രീയക്കാർക്ക് നേരിട്ട് അവിടെ പ്രവേശിക്കാൻ കഴിയില്ല. അന്ന് അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പുമായി ചില പ്രശ്നങ്ങളൊക്കെ നിലവിലുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ പ്രവേശനം അനുവദിക്കാത്തത് എന്നാണ്. ആ സമയത്ത് തന്നെയാണ് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി, മലയാളത്തിൻ്റെ സൂപ്പർ താരം സുരേഷ് ഗോപി അവിടെ ഒരു പ്രവേശനാനുമതി ചോദിച്ചുകൊണ്ടൊരു കത്ത് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് അയച്ചത്. അദ്ദേഹത്തിനും പ്രവേശന അനുമതി നിഷേധിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ചില ചട്ടലംഘനങ്ങളൊക്കെ നിലവിലുള്ളതുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് സ്മൃതി മണ്ഡപത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന ഒരു മുട്ടായുക്തിയാണ്. ആ സമയത്ത് തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനും സ്മൃതി മണ്ഡപം ദർശിക്കുന്നതിന് വേണ്ടി ഒരു കത്ത് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് അയച്ചു. അദ്ദേഹത്തിനും പ്രവേശന അനുമതി നിഷേധിച്ചു. ഇവരൊക്കെ ചില ഘട്ടങ്ങളിലൊക്കെ NSSന്റെ ഈ ജനറൽ സെക്രട്ടറി ആയ പോപ്പിനെ, അതായത് ഈ സുകുമാരൻ നായരെ വിമർശിക്കുന്ന തരത്തിലുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കൊക്കെ അവിടെ പ്രവേശന അനുമതി നിഷേധിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ മന്നത്ത്, അതായത് ഈ പെരുന്നയിലെ സർവാധിപൻ എന്ന് പറയുന്ന മന്നം പോപ്പിൻ്റെ കസേര തെറിപ്പിക്കുന്ന ചില നീക്കങ്ങളാണ് അണിയറയിൽ ശക്തമായി നടക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിന് ചുക്കാൻ പിടിക്കുന്നത് ഈ നായർ സമുദായ സംഘടനയിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അതൊന്നും ഈ പോപ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആൾ അറിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ അടിയിൽ കൂടി മണ്ണൊലിച്ചു പോയിക്കൊണ്ടേയിരിക്കുകയാണ് എന്നത് എടുത്തു പറയണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ഒരു സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ ഒരു വലിയ സംഭവം അരങ്ങേറി. അതുപോലും ഈ മന്നത്തെ പോപ്പ് അറിഞ്ഞില്ല. പെരുന്നയിലെ പോപ്പ് അറിഞ്ഞിട്ടില്ല. പെരുന്നയുമായി ബന്ധപ്പെടാതെ തന്നെ നായർ കൂട്ടായ്മ എന്ന പേരിലുള്ള ഒരു സംഘടന ഡൽഹിയിൽ മന്നത്തിൻ്റെ പേരിൽ ഒരു സ്മൃതി മണ്ഡപം പണിതീർത്തു. അതിൻ്റെ ഉദ്ഘാടകനായി ക്ഷണിച്ചത് ഉപരാഷ്ട്രപതിയായിരുന്നു. ഉപരാഷ്ട്രപതി ആ സമയത്താണ് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അതായത് ചില സംഘടനയുടെ തലപ്പത്തുള്ള ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക തോന്നലുണ്ട്. തങ്ങൾ അറിയാതെ, തങ്ങൾ വിചാരിക്കാതെ ഒരു കാര്യവും സംഭവിക്കുന്നില്ല, ഒരു ഈച്ച പോലും ഒന്നും അനങ്ങുന്നില്ല എന്നുള്ളത്. അതൊക്കെ മോശമായ രീതിയിലുള്ള പ്രവണതയാണ്. അതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. മന്നത്തിൻ്റെ സ്മൃതി മണ്ഡപം ദർശിക്കുവാനായിട്ട് ആർക്കും ഏത് സമയവും കടന്നു ചെല്ലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ ഡൽഹിയിൽ അങ്ങനെയുള്ള ഒരു സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് എന്നതാണ് ഉപരാഷ്ട്രപതി വ്യക്തമാക്കിയത്. അത് ഈ ചങ്ങനാശ്ശേരി പെരുന്നയുമായി ബന്ധപ്പെട്ട ഒരു സ്മൃതി മണ്ഡപമല്ല. ജി സുകുമാരൻ നായർക്ക് അവിടേക്ക് ഒരു പങ്കുമില്ല. അതുകൊണ്ട് തന്നെ ഈ മന്നത്തിൻ്റെ ഡൽഹിയിലുള്ള സ്മൃതി മണ്ഡപത്തിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ്. കാരണം അത് നായർ സർവീസ് കൂട്ടായ്മ, നായർ കൂട്ടായ്മയുടെ ഒരു സംഭാവനയാണ്. അപ്പോൾ അവിടെ ആ ചടങ്ങിൽ പ്രധാനപ്പെട്ട റോളിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇതുതന്നെയാണ് പറഞ്ഞത്. ചില നീക്കങ്ങളൊക്കെ സംഘടനയിൽ നടക്കുന്നുണ്ട്. അത് സുകുമാരൻ നായർക്ക് അറിവില്ല. അധികം വൈകാതെ സുകുമാരൻ നായരുടെ തൊപ്പി തെറിക്കും എന്നുള്ള ചില പരാമർശങ്ങൾ കൂടി അപ്പോൾ അദ്ദേഹവും വ്യക്തമാക്കി. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്,
പെരുന്ന അധികം വൈകാതെ സുകുമാരൻ നായർക്ക് നഷ്ടമാകും. പോപ്പ് എന്ന പെരുന്നയിലെ പോപ്പ് എന്ന വിലാസവും അദ്ദേഹത്തിന് നഷ്ടമാകാൻ അധികം താമസമില്ല. അത്തരത്തിലുള്ള ചില വിക്രിയകളാണ് ഇത്രയും നാൾ ജി സുകുമാരൻ നായർ അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകളെ അവിടേക്ക് തിരികെ കയറ്റുകയും അവിടെ ദർശനം നടത്താൻ സൗകര്യമൊരുക്കുകയും ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിനെ വിമർശിക്കുന്ന, അദ്ദേഹത്തിന് അനിഷ്ടമെന്ന് തോന്നുന്ന ആളുകൾക്ക് അവിടെ പ്രവേശനം നിഷേധിക്കുകയായിരുന്നു എന്നത് എടുത്തു പറയണം. അദ്ദേഹത്തെ നിരന്തരമായി വിമർശിച്ചുകൊണ്ടിരുന്ന ആളാണ് മുൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ. അദ്ദേഹത്തിനും അവിടെ സ്ഥാനം നഷ്ടമായി. അതിന് പ്രധാന കാരണം സുകുമാരൻ നായരുടെ കാലശേഷം തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ ജനറൽ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരാഗ്രഹം കടന്നുകൂടി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇതൊക്കെ മനസ്സിലാക്കിയ ഡയറക്ട് ബോർഡിലുള്ള ആളുകൾ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് ശക്തമായി അദ്ദേഹത്തിനെതിരെ, ഈ സുകുമാരൻ നായർക്കെതിരെ കരുക്കൾ നീക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട്. വരും നാളുകളിൽ തീർച്ചയായിട്ടും ഈ ജി സുകുമാരൻ നായർ പെരുന്നയിൽ നിന്ന് തെറിച്ചു പുറത്തേക്ക് പോകും. പിന്നെ ഒരു അഡ്രസ്സ് പോലും ഇല്ലാത്ത ഒരാളായി അദ്ദേഹം മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ പുതിയ അധികാര ശ്രേണി പെരുന്നയിൽ വരും എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. പോപ്പ്, അതായത് പെരുന്നയിലെ കോപ്പ്, അതിനുവേണ്ടി കാത്തിരിക്കുക എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയൂ.